നമസ്കാരം. തിരുവനന്തപുരം മേയർ സ്ഥാനം കിട്ടിയവരോട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണെന്ന് ധാരണയോട് കൂടിയിട്ടാണ് നമ്മുടെ വി രാജേഷ് മേയർ യുവർ ലോർഡ് മേയർ ഇപ്പൊ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതും പ്രവർത്തിക്കുന്നതും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും. അദ്ദേഹത്തിന്റെ ഓരോ പ്രവൃത്തിയിലും കേരളത്തിലെ മുഖ്യമന്ത്രി എന്നുള്ള അഹങ്കാരവും അഹംഭാവവും അതേപോലെ ആ ഒരു വല്ലാത്ത ഈഗോയും അദ്ദേഹത്തിന് പ്രവർത്തിക്കുന്നുണ്ട്. തന്റെ കയ്യിലാണ് ഭരണം, അതുകൊണ്ട് തനിക്ക് എന്തു ആകാം. ഇപ്പോൾ മസാജിങ്ങിന്റെ പേരിൽ, അതായത് സ്പായിൽ നടക്കുന്ന മസാജിങ്ങിന്റെ പേരിൽ, അതേപോലെ ബ്യൂട്ടി പാർലർ നടക്കുന്ന മസാജിങ്ങിന്റെ പേരിൽ അദ്ദേഹം ഒരു വലിയ വിവാദത്തിൽപ്പെട്ടിരിക്കുന്നു. മസാജിങ്ങിൽ കുടുങ്ങി, അതായത് ക്രോസ് ജെൻഡർ, അതായത് സ്ത്രീകളുമായി പുരുഷനുമായിട്ടുള്ള മസാജിങ്, പുരുഷന് സ്ത്രീകളുമായുള്ള മസാജിങ്, ഈ വിഷയത്തിൽ കുടുങ്ങി നമ്മുടെ വി രാജേഷ് അദ്ദേഹത്തിന് മേയർ സ്ഥാനം തെറിച്ചു പോകുമോ എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരമാണ്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മസാജിങ്ങിനുള്ളിലേക്ക് ഇറങ്ങി അദ്ദേഹം അതിൽ കുടുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അദ്ദേഹത്തിന് പറ്റാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ മേയർ സ്ഥാനം തെറിക്കും എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ രാജശേഖരൻ, കേരളത്തിലെ പ്രഗത്ഭനായ പ്രശസ്തനായ പത്രപ്രവർത്തകൻ, നമുക്കറിയാം, ചാരക്കേസ് പുറത്തു കൊണ്ടുവന്ന് അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ട്, ദ സ്പൈസ് ഫ്രം സ്പേസ്. ആ പുസ്തകം എഴുതി ചരിത്രം സൃഷ്ടിച്ച് ചാരക്കേസ് പൊളിച്ച പ്രഗത്ഭനായ പൊതുപ്രവർത്തകനാണ് രാജശേഖരന്. അദ്ദേഹവുമായിട്ടുള്ള ഒരു ഫോൺ സംഭാഷണമാണ് ഞാൻ ഇപ്പോൾ പുറത്തുവിടുന്നത്. നമസ്കാരം. നമസ്കാരം. അതായത് തിരുവനന്തപുരം മേയർ ഈ അടുത്ത കാലത്ത് കുറെ വിവാദ പ്രസ്താവനകൾ ഇറക്കുന്നുണ്ട്. പല കാര്യങ്ങളിലും ആവശ്യമില്ലാതെ തനിക്ക് അധികാരമുണ്ടെന്നുള്ള രൂപത്തിൽ അദ്ദേഹം ഇടപെടുന്നു, എന്നിട്ട് ഡിക്ലെയർ ചെയ്യുന്നു അദ്ദേഹമാണ് ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിലൊക്കെയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരത്ത് പിന്നെ സ്പായുമായി ബന്ധപ്പെട്ട്, ബ്യൂട്ടി പാർലറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചില വിവാദങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അത് അദ്ദേഹം അന്വേഷണം നടത്തി, കോർപ്പറേഷൻ അന്വേഷണം നടത്തി അതൊക്കെ പൂട്ടിക്കളയും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? അത് പണ്ട് സമയങ്ങളിൽ, ഇപ്പോഴധികം കാണാറില്ല. പണ്ട് ഒരു സ്ഥലത്തെ സബ് ഇൻസ്പെക്ടർ ഒന്ന് ചാർജ് എടുക്കുകയാണെങ്കിൽ അയാള് വന്ന് അവിടെ ഒന്ന് ഇറങ്ങിയിട്ട് ആടാ എന്നൊക്കെ കുറെ ബഹളങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പോകും. ഞാൻ വന്ന് ചാർജ് എടുത്തു എന്ന് നാട്ടുകാരെ കാണിക്കുന്ന പ്രോസസ്സാണത്. ഇന്ന് നമ്മൾ അങ്ങനെ ഒരു സബ് ഇൻസ്പെക്ടർ ഒന്ന് ചാർജ് എടുക്കുമ്പോൾ നമ്മൾ അങ്ങനെ അറിയാറൊന്നുമില്ല. പണ്ടൊരു രീതിയിൽ ആ ലോകത്താണ് ഈ മേയർ വി രാജേഷ്, മേയർ എന്ന് പറഞ്ഞാൽ പോരാ, വർഷിപ്പ്ഫുൾ മേയർ വി രാജേഷ് നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് ഈ പുത്തനച്ചി പുരപ്പുറം തൂക്കുമെന്നൊക്കെ ഒരു ചൊല്ലുണ്ടല്ലോ. എന്നാൽ പുത്തനച്ചി പുരപ്പുറത്ത് കയറിയെന്ന് അറിയാൻ പാടില്ലാത്ത കസർത്ത് കാണിച്ച് നടുവുളക്കി തല ചുറ്റി വീഴുന്ന കാഴ്ച കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആ കാഴ്ച നമുക്ക് കാട്ടി തന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെന്ന് വെച്ചാൽ, പുരപ്പുറത്ത് നിന്നതുകൊണ്ട് കൈ ഉയർത്തിയാൽ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെ കൈകൊണ്ട് തൊടാം എന്ന് മേയർക്ക് തോന്നിപ്പോകുന്നു. സൈക്കോളജിയിൽ ഇതിനെ ഡെല്യൂഷൻ ഓഫ് ഗ്രാൻഡ്യുവർ എന്നോ ഇല്യൂസറി സുപ്പീരിയോറിറ്റി എന്നോ ഒക്കെ പറയും. സ്വന്തം അധികാരത്തെ ഓവർ റേറ്റ് ചെയ്യുകയും സ്വന്തം പരിമിതികളുടെ നേരെ കണ്ണടയ്ക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥയാണത്. സ്വന്തം അജ്ഞത മനസ്സിലാക്കാനുള്ള കഴിവില്ലാതാകുമ്പോൾ പരിമിതമായ അറിവ് മാത്രമുള്ളവർ സ്വന്തം കഴിവിനെ, അധികാരത്തെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. ഇതൊരു മനോരോഗമൊന്നുമല്ല കേട്ടോ, ഒരു അവസ്ഥാവിശേഷം അത്രയേ ഉള്ളൂ. പെട്ടെന്നുണ്ടാകുന്ന ഒരു ചേഞ്ചിലുണ്ടാകുന്ന ഒരു അവസ്ഥ അത്രയേ ഉള്ളൂ. ചികിത്സയൊന്നും വേണ്ട. സ്വയം തിരിച്ചറിയുകയോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട തിരുത്തി കൊടുക്കുകയോ ചെയ്താൽ യാഥാർത്ഥ്യബോധം തിരിച്ചു കിട്ടിക്കൊള്ളും. തിരുവനന്തപുരത്തെ മസാജ് കേന്ദ്രങ്ങളിലെ ക്രോസ് ജെൻഡർ മസാജിങ് നിർത്തുമെന്ന് മേയർ വി രാജേഷ് പറഞ്ഞു കേട്ടപ്പോഴാണ് ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോയത്. അവിടെ മാത്രമല്ല, പുള്ളി പറഞ്ഞത് കേരളത്തിലേക്ക് വ്യാപകമായി ഇതിട്ടുണ്ട്. അതായത് തിരുവനന്തപുരത്തിന്റെ അധികാര പരിധിക്കും അപ്പുറം പുള്ളി ചിന്തിച്ചു തുടങ്ങിയാണ് തിരുവനന്തപുരത്തെ മേയർ. ഇനി വർഷിപ്പ്ഫുൾ മേയർ പറഞ്ഞ കാര്യങ്ങൾ ഇവയാണ്. ക്രോസ് ജെൻഡർ മസാജിങ്, അതായത് സ്ത്രീ പുരുഷനെയും പുരുഷൻ സ്ത്രീയെയും മസാജ് ചെയ്യുന്നത് അനുവദിക്കില്ല. 2, കോർപ്പറേഷനും പോലീസും സംയുക്തമായി ചില ഓപ്പറേഷനുകൾ നടത്താൻ ഉദ്ദേശിക്കുന്നു. 3, ക്രോസ് മസാജിങ് വ്യാപകമായി നടക്കുന്നു. 4, ചില ഡോക്ടർമാർ ഈ കുറ്റകൃത്യത്തിന് വേണ്ട പ്രോത്സാഹനം നൽകുന്നതായി ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. 5, അവർ കോർപ്പറേഷന്റെയും പോലീസിന്റെയും കർശനമായ നിരീക്ഷണത്തിലാണ്. 6, ഇക്കാര്യം മെഡിക്കൽ കൗൺസിലിനെ അറിയിക്കും. 7, ഇത്തരം സ്ഥാപനങ്ങളുമായി ബന്ധം സ്ഥാപിച്ചിട്ടുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥരെ കുറിച്ചും വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് പുള്ളി പറഞ്ഞ പോയിന്റ്സ്.
ഈ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വർഷിപ്പുൾ മേയറിന് കഴിയുമോ എന്ന് ആലോചിക്കുന്നതിന് മുമ്പ് ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാൻ മേയർക്ക് അധികാരമുണ്ടോ എന്നും മേയർ പറയുന്ന നിയമവിരുദ്ധമായ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നിയമവിരുദ്ധമാണോ എന്നും പരിശോധിക്കുന്ന നല്ലതായിരിക്കും. ഒന്ന്, ഇന്ത്യയിൽ മൊത്തമായി ഫോളോ ചെയ്യുന്ന ഒരു മസാജ് പോളിസി ഇല്ല. ക്രോസ് ജെൻഡർ മസാജിങ് ഇന്ത്യയിൽ നിയമവിരുദ്ധ പ്രവർത്തനമല്ല. 3, ക്രോസ് ജെൻഡർ മസാജിങ് തീർത്തും നിയമാനുസൃതമാണ്. അങ്ങനെ കാണിച്ചുകൊണ്ട് തന്നെ ക്രോസ് ജെൻഡർ മസാജിങ് സ്പാകൾക്ക് ലൈസൻസ് കിട്ടും. ലൈസൻസിന് അപേക്ഷിക്കുമ്പോഴേ പറയാം ക്രോസ് ജെൻഡർ മസാജിങ് ആണ് ഞങ്ങൾ ഇവിടെ നടത്തുന്നതെന്ന്. അപ്പൊ ലൈസൻസ് കിട്ടും. ഇനി 4, ലൈസൻസ് കിട്ടുന്ന സ്ഥാപനം എങ്ങനെയാണ് നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്നു പറയുന്നത്? ക്രോസ് ജെൻഡർ മസാജിങ് നിയമാനുസൃതമാണെന്ന് നിരവധി കോടതികൾ വിധിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പുതിയതാണ് ദില്ലി ഹൈക്കോടതിയുടെ അസോസിയേഷൻ ഓഫ് വെൽനസ് ആയുർവേദ ആൻഡ് സ്പാ വേഴ്സസ് ഗവൺമെന്റ് ഓഫ് ഡൽഹി ആൻഡ് അതേഴ്സ് എന്ന കേസ്. അത് ഏറ്റവും രസമെന്ന് വെച്ചാൽ പുരോഗമന ചിന്താഗതിയൊക്കെ ഉണ്ട് നമ്മൾ പറയുന്ന ഈ ആം ആദ്മി പാർട്ടിയുടെ നേതാവ് അരവിന്ദ് കെജ്രിവാൾ ദില്ലി സർക്കാരിന്റെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് 2021 ഓഗസ്റ്റ് 18 ഒരു ഉത്തരവ് ഇറക്കുന്നത്. അതിലെ ക്ലോസ് 2 സബ്സെക്ഷൻ ബി പ്രകാരം ക്രോസ് ജെൻഡർ മസാജിങ് നിരോധിച്ചു. ഇതിനെതിരെയാണ് ഈ അസോസിയേഷൻ ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി സമീപിക്കുമ്പോൾ അവർ പറയണത് ഭരണഘടന ഉറപ്പ് നൽകുന്ന ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 15, ആർട്ടിക്കിൾ 19 സബ്സെക്ഷൻ 1, സബ്സെക്ഷൻ ജി, ആർട്ടിക്കിൾ 21 എന്നിവയുടെ ലംഘനമാണ് ദില്ലി സർക്കാർ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ എന്നാണ് പെറ്റീഷനിൽ പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾ 14 നമുക്കറിയാം ഇക്വാലിറ്റി ബിഫോർ ലോ. ആർട്ടിക്കിൾ 15 എന്ന് പറഞ്ഞാൽ നോ ഡിസ്ക്രിമിനേഷൻ. ആർട്ടിക്കിൾ 19 1 സബ്സെക്ഷൻ ജി എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ് ടു പ്രാക്ടീസ് എനി പ്രൊഫഷൻ. അതാണ്. ആർട്ടിക്കിൾ 21 ഈസ് റൈറ്റ് ടു ലിവ് വിത്ത് ഡിഗ്നിറ്റി. ഇതിന്റെ വയലേഷനാണ് ഈ ദില്ലി ഗവൺമെന്റ് ഇറക്കിയ ഓർഡറിലെ ക്ലോസ് 2B എന്നാണ് ആ പെറ്റീഷനിൽ പറയുന്നത്. കോടതി പരിശോധിച്ച വിഷയങ്ങൾ ഇവയാണ്. ദില്ലി സർക്കാർ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ ക്ലോസ് 2B ഭരണഘടനയുടെ 14, 15, 19, 1G, 21 എന്നീ അനുച്ഛേദങ്ങളുടെ ലംഘനമാണോ? ക്ലോസ് 2B വഴി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ക്രോസ് ജെൻഡർ മസാജിങ് ഏകപക്ഷീയവും വിവേചനപരവുമാണോ? 3, ഈ നിർദ്ദേശങ്ങൾ ആർട്ടിക്കിൾ 19(6) അനുസരിച്ച് പൊതുജന താല്പര്യ പ്രകാരമുള്ളതാണ്. ആർട്ടിക്കിൾ 19 സബ്സെക്ഷൻ 6 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? പൊതുജന താല്പര്യം അനുസരിച്ചുള്ള ചില തീരുമാനങ്ങൾ നമുക്ക് എടുക്കാം ഗവൺമെന്റ്. അങ്ങനെയാണോ ഇത്? 2021 ഡിസംബർ 16 കോടതി ഇങ്ങനെ ഉത്തരവിട്ടു. 1, ക്രോസ് ജെൻഡർ മസാജിങ് നിരോധിച്ചുകൊണ്ടുള്ള ദില്ലി സർക്കാരിന്റെ നിർദ്ദേശങ്ങളിലെ ക്ലോസ് 2B ഇല്ലീഗലാണ്, നിയമവിരുദ്ധമാണ്, ആർബിട്രറി ആണ്, ഡിസ്ക്രിമിനേറ്ററി ആണ്. 2, നിയമവിരുദ്ധമായി ലൈസൻസ് ഇല്ലാതെ സ്പാകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ദില്ലി കോർപ്പറേഷന്റെ പരാജയമാണ്. അത് നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഇത് നിയമവിരുദ്ധമല്ല. മാർഗനിർദ്ദേശങ്ങളിലെ ക്ലോസ് 2B കോടതി സ്റ്റേ ചെയ്തു. ഇതാണ് കോടതിയുടെ തൽക്കാലത്തുള്ള തീരുമാനം. ഫൈനൽ വന്നിട്ടില്ല, പക്ഷെ അങ്ങനെ തന്നെ വരുള്ളത്. ക്രോസ് ജെൻഡർ മസാജിങ് നിയമവിരുദ്ധമാണെന്നും അതുകൊണ്ട് തന്നെ അത് നിർത്തലാക്കുമെന്നൊക്കെ വർഷിപ്പുൾ മേയർ ഓഫ് ട്രിവാൻഡ്രം പറയുമ്പോൾ താൻ പറയുന്ന കാര്യങ്ങളിലെ നിയമപരമായ അജ്ഞത മേയർ പുരപ്പുറത്ത് നിന്ന് വിളിച്ചു കൂവുകയാണ് വാസ്തവത്തിൽ. ഇതിനോടൊപ്പം വേണം നമുക്ക് ഈ നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടത്തുന്നതിന് ചില ഡോക്ടർമാരുടെ ഒത്താശയുണ്ടെന്നും അക്കാര്യം മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അറിയിക്കുമെന്നും ചില പോലീസുകാർക്കും ഇതുമായി ബന്ധമുണ്ടെന്നും അക്കാര്യം ഗൗരവമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമെന്നുള്ള മേയറുടെ പ്രസ്താവന കാണാൻ. നിയമവിരുദ്ധമായ പ്രവർത്തനത്തെ തടയാൻ പോലീസിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്ന് വർഷിപ്പുൾ മേയർ പറയുമ്പോൾ മേയറുടെ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ 214.86 സ്ക്വയർ കിലോമീറ്റർ മാത്രമുള്ള തിരുവനന്തപുരം സിറ്റി ആണെന്നും സ്റ്റേറ്റിന്റെ മുഴുവനും ലാൻഡ് ഓർഡർ നിലനിർത്തേണ്ട പോലീസിന് ഉത്തരവ് കൊടുക്കാൻ DGP മുതലുള്ള ഉദ്യോഗസ്ഥർക്കാണ് അധികാരമുള്ളതെന്നും ഈ മേയർ എന്തായി മറന്നു പോകുന്നത്? പുള്ളിയുടെ അധികാര പരിധി 214.86 സ്ക്വയർ കിലോമീറ്ററേ ഉള്ളൂ ട്രിവാൻഡ്രം കോർപ്പറേഷൻ. മേയറുടെ തുടർന്ന് വരാൻ സാധ്യതയുള്ള പ്രഖ്യാപനങ്ങൾ ഇവയാകാം. ഇതാ ട്രെൻഡ് കണ്ടിട്ട്. 1, പുരുഷ ഗൈനക്കോളജിസ്റ്റുകൾ പാടില്ല. അങ്ങനെ അവർ സ്ത്രീകളെ പരിശോധിക്കുന്നു, അവരുടെ ഗർഭമുണ്ടായെന്നൊക്കെ നോക്കണ്ടേ, അപ്പൊ അത് പാടില്ല. എൻഡോസ്കോപ്പി ചെയ്യുന്ന ഡോക്ടർമാർ സ്ത്രീകൾക്ക് സ്ത്രീ ഡോക്ടറും പുരുഷന്മാർക്ക് പുരുഷ ഡോക്ടറും വേണം. കൊളോണോസ്കോപ്പി ചെയ്യുന്നവർക്കും അതുപോലെ, കാരണം കൊളോണോസ്കോപ്പി ഏനസ് വഴിയാണ്. അപ്പൊ ആണുങ്ങൾക്ക് ആൺ ഡോക്ടറും പെണ്ണുങ്ങൾക്ക് പെൺ ഡോക്ടറും ആകാവും. മെഡിക്കൽ സ്റ്റുഡൻസിന് അനോട്ടമി പഠിപ്പിക്കുമ്പോൾ പുരുഷനും സ്ത്രീയും ഒരുമിച്ച് നിന്ന് പുരുഷന്റെയോ സ്ത്രീയുടെയോ മൃതശരീരം പഠിക്കാൻ പാടില്ല.
സ്ത്രീകളുടെ മൃതശരീരവും പുരുഷന്മാർ പുരുഷന്റെ മൃതശരീരവും മാത്രമേ അനോട്ടമി ക്ലാസ്സിൽ പഠിക്കാവൂ. പുള്ളി ഉത്തരവിടാൻ സാധ്യതയുണ്ട്. പുരുഷന്റെ മൃതശരീരം പുരുഷ ഡോക്ടറും സ്ത്രീയുടെ മൃതശരീരം സ്ത്രീ ഡോക്ടറും മാത്രമേ പോസ്റ്റ്മോർട്ടം ചെയ്യാവൂ. സ്ത്രീകളുടെ ബ്രസ്റ്റ് ക്യാൻസറോ യൂട്രസോ ക്യാൻസറോ സ്ത്രീ ഡോക്ടർമാർ മാത്രമേ പരിശോധിക്കാവൂ. പുരുഷന്മാരുടെ പ്രോസ്ട്രേറ്റ് ചികിത്സ പുരുഷ ഡോക്ടർമാർ മാത്രമേ നടത്താവൂ. സദാചാരം നിലനിർത്താനാണ് വർഷിപ്പുൾ മേയർ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. അപ്പോൾ വേറൊരു ചോദ്യം ഉയരുന്നു, പുരുഷനെ പുരുഷനും സ്ത്രീയെ സ്ത്രീയും മാത്രം മസാജ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നും ഇല്ലേ? ഹോമോസെക്ഷുവാലിറ്റി എന്ന് ഒന്നിനെ കുറിച്ച് വർഷിപ്പുൾ മേയർ കേട്ടിട്ടില്ലേ? അപ്പോൾ എന്ത് ചെയ്യും? മസാജ് കേന്ദ്രങ്ങളെല്ലാം അടച്ചുപൂട്ടുമെന്ന് വർഷിപ്പുൾ മേയർ പറഞ്ഞുകൂടാതെ ഇല്ല. ഇനി കോർപ്പറേഷന്റെ പ്രധാന ജോലി എന്താണ്? നഗരത്തിലെ മാലിന്യം മാറ്റുക എന്നതാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നയാളാണ് കോർപ്പറേഷൻ മേയർ. അല്ലാതെ പുരപ്പുറത്ത് കയറുന്ന സ്വന്തം ചിന്തയുടെ മാലിന്യം നഗരത്തിലാകെ വലിച്ചെറിയുകയല്ല. ഏതോ ഒരു സിനിമയിൽ സുകുമാരി എന്ന നടി പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഇവന് ഒരല്പം ബുദ്ധിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കാമായിരുന്നു. ഈ വർഷിപ്പുൾ മേയറുടെ കാര്യം പറഞ്ഞപ്പം എന്തിനാണ് ഈ ഡയലോഗ് എന്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത് എനിക്ക് അറിയില്ല കേട്ടോ. വർഷിപ്പുൾ മേയർ, നമസ്തേ.